പറടാ മോനെ. മേഘേട്ടാ, ഫൈനാൻസിയേഴ്സിന്റെ അകത്ത് ഇപ്പൊ ഓഫീസ് 1 2 എന്നുവെച്ചാ? എന്റെ മേഘേട്ടാ, അവിടെ ഒരു ക്യാബിനകത്ത് കണ്ണേട്ടൻ, മറ്റൊന്നിലും മഹാലക്ഷ്മി. അവളവിടെ വന്നോ? വന്നെന്ന് മാത്രമല്ല, അവളവളുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്തു. എന്നിട്ട് കണ്ണനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണേട്ട പിടിവിട്ടു പോയില്ലേ? ഇപ്പോ അവൾക്കും കമ്പനിയിൽ അധികാരമുണ്ടല്ലോ. അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചെന്ന് അവൾക്ക് സംസാരിക്കാം, എന്തും പറയാം. അപ്പം കണ്ണൻ ഒരു ക്യാബില്, മറ്റൊന്നില്ല അവള്, അല്ലേ? അതേന്നേ. അതൊക്കെ കണ്ടിട്ട് രക്തം തിളച്ച ഞാനും കരുണ ഇപ്പൊ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഉണ്ണി മോനെ, ഇവിടുന്ന് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാല് ചില ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം കണ്ടെത്തണം. നീ ഫോൺ വെച്ചോ. നമ്മളെ ദ്രോഹിക്കുന്നവരുടെയൊക്കെ ഭാവി എന്താകണമെന്ന് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് തന്നെയാ. നമ്മളെ ആർക്കും അധികം അങ്ങോട്ട് മണ്ടരാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, മേഘേണ്ണല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കാം. എടാ, പക്ഷെ അവൾക്ക് കൂട്ടായിട്ട് ഒരു വിളഞ്ഞ ഗുണ്ട ഉണ്ടല്ലോ. അവനെ ചതിയിലൂടെ മിക്കവാറും മേഘേട്ടൻ വീഴ്ത്തും. അവന്റെ തല ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ അവള് തലപൊക്കില്ല. എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സാറേ. ഇപ്പോഴെങ്ങനുണ്ട് എനിക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പം പഴയതുപോലെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അല്ല, എനിക്ക് പോവോ സാറേ? തനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പൊയ്ക്കോ. തന്റെ എല്ലിന് പൊട്ടലൊന്നുമില്ലായിരുന്നു, ശരീരത്തിലും കാലിലുമൊക്കെ ചതവാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തരുന്ന കുഴമ്പൊക്കെ കൃത്യമായി ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ചാൽ മതി. അല്ല, അപ്പൊ എനിക്ക് പോവാലോ അല്ലേ? 2 ദിവസം കൂടി കിടക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ തനിക്ക് പോണോന്നുണ്ടെങ്കിൽ പോകാം. ഇയാള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമില്ലാതില്ല. അവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ സ്വത്തൊക്കെ ഭാഗം വെച്ചിട്ട് അവന് കുറച്ച് കൂടുതൽ കൊടുത്താലും ബാക്കി എല്ലാവർക്കും കിട്ടിയനെ. എന്ത് ചെയ്യാനാ, കാലം തെറ്റി വന്ന മരണം അദ്ദേഹത്തെയും കൊണ്ടങ്ങ് പോയി. ദേ കണ്ണം വന്നു. നിന്നെപ്പറ്റി തന്നെ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരബദ്ധമാടാ കണ്ണാ നീ കാണിച്ചത്. അവളൊരു പാവമാണ്, തിരിഞ്ഞു കൊത്തത്തില്ലെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത്. എന്നിട്ടിപ്പോ കൺസ്ട്രക്ഷൻ കമ്പനിയും ഫൈനാൻസും എല്ലാം അവള് ഭരിക്കുക. നിനക്കെല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിലുവേ അവള് ഓടിയെത്തുന്നുണ്ട്. കണ്ണേട്ടനൊരു പാവ, അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ പകുതി സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി കൊടുത്തത്. എനിക്ക് എല്ലാവരെയും വിശ്വാസമാണ് സ്വാതി.